ലോകകപ്പ് കീഴടക്കി മുസ്ലിം രാജ്യങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 13 മുസ്ലിം രാജ്യങ്ങൾ ലോകകപ്പ് കളിക്കുന്നത്. സമാനമായിരിക്കുന്ന സ്ഥിതി ഇതിന് മുൻപ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ ലോകകപ്പ് കീഴടക്കുന്നു എന്ന തരത്തിലുള്ള വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ നടത്തുന്നത് യഥാർത്ഥത്തിൽ സത്യമാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം ഏതൊക്കെ രാജ്യങ്ങളാണ് ലോകകപ്പ് കളിച്ചത്, അല്ലെങ്കിൽ ഇനി കളിക്കാനുള്ളത്, ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് ഇപ്പോഴത്തെ ഈ മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. 13 രാജ്യങ്ങൾ നമ്മൾ എണ്ണുന്ന സമയത്ത് മൊറോക്കോ, ഈജിപ്ത്, അൾജീരിയ, ടുണീഷ്യ, സെനഗൽ, ഇറാൻ, സൗദി അറേബ്യ, ഖത്തർ, ഇറാഖ്, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, ബോസ്നിയ ആൻഡ് വെർസഗോവിന, 13ാമത്തത് തുർക്കി. ഒരു രാജ്യം കൂടെ അതിൽ പറയുന്നുണ്ട്, അത് ഐവറി കോസ്റ്റാണ്. അവിടെ പക്ഷേ 42% മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ലിസ്റ്റ് നോക്കുന്ന സമയത്ത് എത്ര മുസ്ലിം രാജ്യങ്ങൾ എന്ന് പരിശോധിച്ചാൽ നമുക്ക് 13 രാജ്യങ്ങളാണ് കാണാൻ വേണ്ടി പറ്റുക. അതിലിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രീ ക്വാർട്ടറിൽ കളിച്ചത് മൊറോക്കോ, ഈജിപ്ത്, അൾജീരിയ, സെനഗൽ. അതിൽ മൊറോക്കോ ഒഴിച്ച് 3 രാജ്യങ്ങളും പുറത്തായി, ഈജിപ്തും അൾജീരിയയും സെനഗലും. ഇപ്പോൾ മൊറോക്കോ ആണ് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചത് മൊറോക്കോ ആണ്. 48 രാജ്യങ്ങളിൽ 13 മുസ്ലിം രാജ്യങ്ങൾ വന്നു എന്നുള്ളത് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 1930 കാലഘട്ടത്തിൽ 1930ലാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ആരംഭം. അതുമുതൽ 2022 വരെ, 2022 എന്ന് പറഞ്ഞാൽ ഖത്തറിൽ അവസാനിച്ച ഫിഫ വേൾഡ് കപ്പ് വരെയുള്ള ലിസ്റ്റ് നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 80 വ്യത്യസ്ത മുസ്ലിം രാജ്യങ്ങൾ ലോകകപ്പ് കളിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 930, 934 ആ ആരംഭം കുറിക്കപ്പെട്ട 2 കാലത്തും മുസ്ലിം രാജ്യങ്ങൾ കളിച്ചിട്ടില്ല. 938 ഇന്തോനേഷ്യ ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യ അന്ന് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അന്ന് അങ്ങനെയായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് പേര് മാറ്റം ചെയ്തതാണ്. 950 മുസ്ലിം രാജ്യങ്ങളില്ല. 954 തുർക്കി കളിച്ചിട്ടുണ്ട്. 958, 62, 66, 70, 74 ഈ കാലത്തിലൊന്നും മുസ്ലിം രാജ്യങ്ങൾ ലോകകപ്പ് കളിച്ചിട്ടില്ല. 978 ഇറാൻ കളിച്ചിട്ടുണ്ട്. 982 അൾജീരിയയും കുവൈറ്റും ഉണ്ടായിരുന്നു. 986 അൾജീരിയ, ഇറാഖ്, മൊറോക്കോ 3 രാജ്യം ഉണ്ടായിരുന്നു. 990 ഈജിപ്ത് മാത്രമാണ്. 94 മൊറോക്കോയും സൗദി അറേബ്യയും. 98 ഇറാന്, മൊറോക്കോ, സൗദി, ടുണീഷ്യ 4 രാജ്യങ്ങൾ. 2002 തുർക്കി, സൗദി അറേബ്യ, ടുണീഷ്യ 3 രാജ്യങ്ങൾ. 2006 ഇറാന്, സൗദി, ടുണീഷ്യ. 2010 അൾജീരിയ മാത്രം. 2014 അൾജീരിയ, ബോസ്നിയ, ഇറാൻ 3 രാജ്യം. 2018 ഈജിപ്ത്, ഇറാന്, മൊറോക്കോ, സൗദി, ടുണീഷ്യ വരുന്ന സമയത്ത് 5 രാജ്യങ്ങൾ. പിന്നെ 2022 എത്തുന്ന സമയത്ത് ഖത്തർ, ഇറാൻ, സൗദി, ടുണീഷ്യ, മൊറോക്കോ, സെനഗൽ. അപ്പോൾ 3, 4, 6 രാജ്യങ്ങൾ. അതാണ് ഏറ്റവും വേൾഡ് റെക്കോർഡായിട്ട് നിൽക്കുന്നത്. മുസ്ലിം രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ കളിക്കളത്തിൽ ഇറങ്ങിയത് 2022ലാണ്. ഇനി 26ലേക്ക് ഈ പ്രാവശ്യത്തേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടി എന്നല്ല, ഇരട്ടിയിൽ കൂടുതലായി എന്നുള്ളതാണ്. ഇരട്ടിയാകുന്ന സമയത്ത് 12 വരിക, 13 യഥാർത്ഥത്തിൽ 13 രാജ്യങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത. അപ്പോൾ ലോകകപ്പ് മുസ്ലിം രാജ്യങ്ങൾ കീഴടക്കുന്നു എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അതിലൊരു യാഥാർത്ഥ്യമുണ്ട്, അതിനൊരു കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. മാത്രമല്ല ഈ കളികളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മുസ്ലിം രാജ്യങ്ങളുടെ ഈ കളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ശക്തരായിരിക്കുന്ന, പല തവണ ലോകകപ്പ് നേടിയിരിക്കുന്ന രാജ്യവുമായിട്ട് ഏറ്റുമുട്ടി എന്നൊരു പ്രത്യേകതയുണ്ട്. ആ ലിസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് മൊറോക്കോ ബ്രസീലുമായി ഏറ്റുമുട്ടി. അപ്പോൾ മൊറോക്കോ ഒരു ബ്രസീലുമായിട്ടല്ല ഏറ്റുമുട്ടുക, യഥാർത്ഥത്തിൽ 3 രാജ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടിയെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറൂ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാജ്യത്തിൻ്റെ പേര് പറയുന്ന സമയത്ത് മൊറോക്കോ, ബ്രസീൽ, ഈജിപ്ത്, അർജൻറ്റീന, അൾജീരിയ, ഓസ്ട്രിയ, സെനഗൽ, ഫ്രാൻസ്, ഇറാൻ, ബെൽജിയം, സൗദി അറേബ്യ, ഉറുഗോ, ഖത്തർ, കാനഡ, ഇറാഖ്, നോർവേ, ജോർദാൻ, അർജൻറ്റീന, ഉസ്ബെക്കിസ്ഥാൻ, പോർച്ചുഗൽ, ബോസ്നിയ, അമേരിക്ക, തുർക്കി, ഓസ്ട്രിയ ഇത്രയും രാജ്യങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കളി തന്നെയാണ് ലോകകപ്പിൽ 2026 വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.
മാത്രമല്ല ഈ മറ്റ് ലോക കപ്പിൽ നിന്ന് വ്യത്യസ്തമായി 2026 എന്ന് പറയുന്ന സമയത്ത് 2022 ഖത്തറിൽ ലോകകപ്പ് വന്നതോടുകൂടി മുസ്ലിം രാജ്യങ്ങളിൽ വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2022 ഒരു മുസ്ലിം രാജ്യത്ത് ഫിഫ വേൾഡ് കപ്പ് വരുന്നത്. സാധാരണഗതിയിൽ അത് യൂറോപ്യന്മാർ അങ്ങോട്ട് പോയിട്ട് ആഫ്രിക്കൻ വൻകരകളിലോ അല്ലെ അമേരിക്കൻ ഐക്യനാടുകളുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലാണ് ലോകകപ്പ് വരാറുള്ളത്. 2022 ഖത്തർ പറഞ്ഞിരിക്കുന്ന കാര്യം, ലോകകപ്പ് എന്ന് പറയുന്നത് 3 രാജ്യങ്ങളിലോ 4 രാജ്യങ്ങളിലോ ഒക്കെയാണ് നടക്കാറുള്ളത്. ഇപ്പോൾ നടക്കുന്ന 2022-26 ലോകകപ്പ് എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങളാണ്. ഖത്തർ പറഞ്ഞിരിക്കുന്നത്, ഖത്തർ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ്, കേരളത്തിൻ്റെ പകുതി വലിപ്പം പോലും ഇല്ലാത്തൊരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഫുള്ളായിട്ട് മുഴുവൻ രാജ്യങ്ങളും കളിക്കാൻ പാകത്തിലുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് ഖത്തർ ഫിഫ വേൾഡ് കപ്പിനോട് പറഞ്ഞു. അവരത് പരിശോധിച്ച് അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, അന്ന് സൗദി അറേബ്യയുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന, നയതന്ത്ര പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഖത്തറിൽ നിന്ന് ഒഴിവായി പോകുമോ എന്നൊരു പേടി പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഖത്തർ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന നിലപാടെടുക്കുകയും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. 6 മുതൽ 12 സ്റ്റേഡിയങ്ങളെങ്കിലും ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള. ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ തന്നെ അതിന് എത്ര ദശകോടി വരും എന്ന് കണക്കൂട്ടിയാൽ പോലും ഈ കൃത്യത കിട്ടാത്ത അത്രയാണ്. ഓരോരോ ലിസ്റ്റൊക്കെ അവർ പുറത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോരും. ലോകകപ്പിൻ്റെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഖത്തർ മാറ്റി വെച്ചിരിക്കുന്ന പണം എത്ര എന്നുള്ളത്. അതിൽ പകുതിയോളം അത് പൊളിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കപ്പെട്ട പലതൊക്കെ പല രാജ്യങ്ങളൊക്കെ വിതരണം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പിന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത്, ഖത്തറിലേക്ക് വേൾഡ് കപ്പ് എത്തിയോടുകൂടി മുസ്ലിം രാജ്യങ്ങൾ വലിയ രീതിയിൽ ഉണർവുണ്ടായി. ഇത് നടക്കുന്ന സംഭവം തന്നെയാണ്. ഇത് യൂറോപ്യന്മാർക്ക് മാത്രമല്ല, നമ്മൾക്കും അത് നടക്കുമെന്നുള്ളത്. പല മുസ്ലിം രാജ്യങ്ങളും ഫിഫ വേൾഡ് കപ്പ് നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. 1934 തോന്നുന്നു സൗദി അറേബ്യക്ക് കിട്ടിയത്. അപ്പോൾ സൗദി അറേബ്യ ഇപ്പോൾ അതിനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 1934 വേൾഡ് കപ്പ് സൗദി അറേബ്യയിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുക 2026 വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10 വർഷത്തിനടുത്തുണ്ട്. പ്രവർത്തന കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് വരെ കിട്ടി. അപ്പോൾ ആ സമയത്ത് 2022 ശേഷം മുസ്ലിം രാജ്യങ്ങൾക്ക് വലിയൊരു ഉണർവുണ്ടായി. ആ ഉണർവുണ്ടാക്കി കൊടുത്ത് ഖത്തറാണ്. ഇങ്ങനെയൊക്കെ നടക്കും, ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു കളിയിൽ ആ കളിയിൽ ഈ സൗദി അറേബ്യ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഖത്തറിൽ കാഴ്ചവെച്ച ഒരു കളി കൂടിയായിരുന്നു അത്. അതാണ് അർജൻറ്റീനയെ തോൽപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് നിസ്സാര സംഭവമൊന്നുമല്ല. അർജൻറ്റീന തോൽപ്പിച്ചതോട് കൂടിയിട്ട് സൗദി അറേബ്യ രാജാവ് കളിക്കാർക്ക് മുഴുവനും വലിയ രീതിയിലുള്ള സാമ്പത്തിക പാക്കേജും വലിയ വിലപിടിപ്പുള്ള കാറുകളൊക്കെ കൊടുത്ത് എന്നുള്ള റിപ്പോർട്ടൊക്കെ അന്ന് പുറത്തു വന്നതാണ്. അപ്പോൾ അതിനുശേഷം എന്തുണ്ടായിട്ടുണ്ട്, രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ ഇത് നമ്മൾക്ക് കയ്യിൽ ഒതുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ സ്വപ്നം കാണേണ്ടതല്ല, കാഴ്ചക്കാരായി നിൽക്കേണ്ടതുമല്ല, പ്രവൃത്തി ചെയ്താൽ നടക്കും എന്ന് ബോധ്യം വരുന്നു. അതിനനുസരിച്ച് എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ആരംഭിച്ചു. ഗവൺമെൻറ് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പുതിയ പുതിയ സ്റ്റേഡിയങ്ങളുണ്ടായി, പുതിയ കളിക്കാർ രംഗത്തിറങ്ങി, അവരെ പരിചയപ്പെടലായി. ആ രീതിയിലൂടെ അതിനുശേഷം 2022 ഫൈനൽ മത്സരത്തിന് ശേഷം തുടങ്ങിയ പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ മുസ്ലിം രാജ്യങ്ങളെ സംഘടിപ്പിക്കാൻ സാധിച്ചത് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളിപ്പോൾ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. 6 പേരാണ് പരമാവധി 2022 ഉണ്ടായതെങ്കിൽ ഇപ്പോൾ 13 രാജ്യങ്ങളായി മാറാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ 2022 നടന്നിരിക്കുന്ന ഖത്തറിലെ വേൾഡ് കപ്പുമായിട്ട് ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ മാറി ചിന്തിച്ചതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഇത് കിട്ടിയതെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ഈ കളി വരുന്ന സമയത്ത് 13 എന്നുള്ളത് ഒരു പക്ഷേ 18 or 20 ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, ആകെ പങ്കെടുക്കുന്നത് വേൾഡ് കപ്പിൽ 48 രാജ്യങ്ങളാണ്. 48 രാജ്യങ്ങളിൽ 13 രാജ്യങ്ങളും മുസ്ലിം രാജ്യമാണ്. വേൾഡ് കപ്പ് മുസ്ലിം രാജ്യങ്ങൾ വിഴുങ്ങുന്നു, കീഴടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പ്രാക്ടിക്കൽ ലഭിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും മാത്രമേ ഇതിൽ അംഗത്വം നേടാൻ വേണ്ടി സാധിക്കൂ, അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി സാധിക്കൂ. എന്തെങ്കിലും കുരുട്ട് പ്രയോഗത്തിലൂടെയൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കളിച്ച് കയറാൻ വേണ്ടി സാധിക്കുകയില്ല. കൃത്യമായിരിക്കുന്ന കളിയോടുകൂടി മാത്രമേ നടക്കൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം നടന്ന, അല്ലെങ്കിൽ ഇന്നലെ നടന്ന
ഈ അർജൻറ്റീനയും ഈജിപ്തും തമ്മിൽ നടന്ന മത്സരമാണ്. ഈജിപ്തിൻ്റെ കളി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരു കാലത്തും മാഞ്ഞു പോവാത്ത തരത്തിലുള്ള കളികളാണ് അവർ കളിച്ചത്. സത്യത്തിൽ അവിടെ അർജൻറ്റീന തോറ്റത് തന്നെയാണ്. അപ്പോൾ ഗോൾ കൊണ്ട് ജയിച്ചു എന്നല്ലാതെ അർജൻറ്റീന യഥാർത്ഥത്തിൽ ആ കളി തോറ്റിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ അത് പറയാൻ വേണ്ടി പറ്റും. ആ തരത്തിലായിരുന്നു അവരുടെ കളി ഉണ്ടായത്. എല്ലാ ബോളുകളും ഈ ഈജിപ്തിൻ്റെ കൈവശത്തിലാണ് അവസാന ഘട്ടം വരെ. കളികളൊക്കെ നടന്നത് അർജൻറ്റീന ഗോൾ പോസ്റ്റിൻ്റെ ആ ചുറ്റുഭാഗം നിന്നുകൊണ്ടാണ്. ഇങ്ങോട്ടൊന്നും അടുക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി. മെസ്സിക്കൊന്നും വല്ലാത്ത രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ മാത്രം വലിയ പ്രാക്ടിക്കൽ ഈജിപ്ത് നടത്തിയിട്ടാണ് ഇത് നേടിയത് എന്നുകൂടി നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.